പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇതേ കാണാതെ വേർപിരിഞ്ഞിരിക്കുന്ന വിക്രത്തിനെ കൂട്ടായി രാധയെ നന്ദിനി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതേ ഓർത്തുകൊണ്ട് ഇറങ്ങാനാവാതെ കിടന്ന വിക്രം പുലർച്ചെപ്പോഴോ കണ്ണടയുന്നുണ്ട്. തിരി വൈകിട്ടും വിക്രം ഉണരാതായപ്പോ മലം ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, വിക്രത്തെ കണ്ടില്ലല്ലോ, ഉറങ്ങുന്നുണ്ടാവും. ശ്രീജ ഈ ചായ കൊണ്ട് വിക്രത്തിന് കൊടുക്ക്. നേരം ഉടനെ നന്ദിനി പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഞാൻ ചായ കൊണ്ട് കൊടുത്തോളാം. ശ്രീജയെടുത്തി പാത്രം കഴിയുമല്ലേ. നേരം നന്ദിനി അമലത്തിന്റെ കയ്യിൽ നിന്നും ചായ മേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധ വിക്രത്തിന്റെ വീട്ടിലേക്ക് വരുവാ. നന്ദിനി കണ്ടതും ചിരിച്ചുകൊണ്ട് അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, വിക്രം എവിടെയാ? നേരം നന്ദിനി പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പൊ വന്നത് നന്നായി. ഈ ചായ നീ തന്നെ വിക്രത്തിന്റെ കൈ കൊണ്ടു കൊടുക്ക്. അവൻ നല്ല ഉറക്കവാ. അവന്റെ മനസ്സ് ഇളക്കാൻ പറ്റിയ സമയം. അവളില്ലാത്തതിന്റെ നിരാശയിൽ കിടന്ന് ഉറങ്ങുക. രാത്രിയൊന്നും അവൻ ഉറക്കമില്ല. അമ്മയും ശ്രീചേട്ടത്തിയും പറയുന്നത് കേട്ടതാ. അവളെ അവന്റെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് അവിടെ നിന്നെ പ്രതിഷ്ഠിക്കണം. അതിന് നീ വിചാരിച്ചാലേ നടക്കൂ. ഈ ചായ അങ്ങോട്ട് കൊണ്ടുകൊടുക്ക്. നേരം രാധ അത് മേടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിന്റെ മുറിയിലോട്ട് പോവുക. വിക്രം ഉറങ്ങുന്നത് കണ്ട് അത് നോക്കി നിൽക്കുന്നുണ്ട്. ചായ ടേബിളിൽ വെച്ചിട്ട് വിക്രത്തിന്റെ അരികിൽ പോയിരിക്കുന്നുണ്ട്. കുറച്ചു നേരം നോക്കിയിരിക്കുക. എന്നിട്ട് ഇട്ട് വിളിക്കുന്നുണ്ട്. വിക്രം അന്നേരം കണ്ണു തുറന്നു നോക്കുമ്പോൾ രാധയെ കാണുന്നുണ്ട്. കണ്ടതും ദേഷ്യത്തോടെ അലറിക്കൊണ്ട് നിന്നും എണ്ണീറ്റിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടി ഇവിടെ? എന്റെ കട്ടിൽ നിന്ന് എഴുന്നേക്ക്. നിന്നോട് ആര് പറഞ്ഞു എന്റെ മുറിയിൽ വരാൻ? ടിക്കറ്റ് രാധ ചിരിച്ചുകൊണ്ട് പറയുക, ഇപ്പോഴല്ലേ നീ എന്റെ പഴയ വിക്രമായത്? അല്ലെങ്കിൽ ഈ മുറിയിൽ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ വേണമെങ്കിലും എനിക്ക് ഇനി ഇവിടെ വരാം. എന്റെ കൂടെ കൂടിയ പിശാച് കുഞ്ഞു പോയല്ലോ. ഇത് കേട്ടതും ദേഷ്യത്തോടെ കട്ടിൽ നിന്നും ചാടി എഴുന്നേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ ഇറങ്ങണം എന്റെ മുറിയിൽ നിന്ന്. അമ്മേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. പൊഴിക്കും മലത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുക, ഇവിടെ എന്തിനാ അമ്മ ഈ മുറിയിൽ പറഞ്ഞു വിട്ടത്? നീരം നന്ദിനി വരുന്നുണ്ട്. നീരം കമലം പറയുക, രാധ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടില്ല. നീരം നന്ദിനി പറയുന്നുണ്ട്, ഞാൻ അമ്മേ അവളുടെ കയ്യിൽ വിക്രത്തിന് കൊടുക്കാൻ ആയ കൊടുത്ത് വിട്ടത്. നീരം കമലം ചോദിക്കുന്നുണ്ട്, നന്ദിനിയോട് ആര് പറഞ്ഞു രാധയുടെ കയ്യിൽ കൊടുക്കാൻ? നീരം രാധ പറയുക, എന്നോട് ക്ഷമിക്കമ്മേ, ഇത്തിരി നാളായി ഞാൻ ഇവിടെ വന്നിട്ട്. പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ഉണ്ടായിരുന്നപ്പോ ഞാൻ പിന്നെ വരാതായി. ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെ എന്റെ മുറിയിൽ കയറി വന്നത്. ഇത്ര വലിയ തെറ്റാവോന്ന് ഞാൻ കരുതിയില്ല. നേരം വിക്രം പറയുന്നുണ്ട്, വീണ്ടും എന്റെ പുറകെ നടക്കാനാണ് ഈ വരവെങ്കിൽ ഇത് നീ നിർത്തിക്കോ. എന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല. കുറച്ചു നാള് സമാധാനം ഉണ്ടായിരുന്നു. നേരം രാധയ്ക്ക് സങ്കടം വരുന്നുണ്ട്. കണ്ണൊക്കെ നിറയുക. നേരം നന്ദിനി പറയുന്നുണ്ട്, എടാ ആ വേദയെ പോലെയല്ല ഇവള്. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവളാ. കുട്ടിക്കാലം മുതലേ എന്റെ പുറകെ നടക്കുന്നത്. ഇല്ലാതെ ഇന്നലെ കയറി വന്നിട്ട് എട്ടുന്ന ഒരു നിമിഷം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്ന നാടകവുമായി വീട്ടിൽ കയറി കൂടിയ വേദയെ പോലെയല്ല ഇവള്. നേരം വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. നേരം വിക്രം പറയുക, ഏത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ കെട്ടിയ താലിയ അവളുടെ കഴുത്തി കിടക്കുന്നത്. അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. കാരണം അവൾ എന്റെ ഭാര്യയാണ്. ഞാനത് അംഗീകരിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ പറയുന്നു, ഏതയ്ക്ക് പകരം ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തോർത്തോ എല്ലാവരും. ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട്. നേരം ഇതെല്ലാം കേട്ട് കമലം അമ്പരന്ന് നിൽക്കുന്നിട്ട് രാധയോട് പറയുക, ഇനി നീ ഇവിടെ വരണ്ട. വിക്രത്തിന് അത് ഇഷ്ടമല്ല. വെറുതെ ആളുകളെ കൊണ്ട് അതും പറയിപ്പിക്കണ്ട. എനിക്ക് തന്നെ ഒരു മനസ്സമാധാനം ഇല്ലാതിരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് കമലവും പോകുന്നുണ്ട്. നേരം നന്ദിനി പറയുക, വിഷമിക്കേണ്ട രാധ, വിക്രത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. കുറെ നാൾ കഴിയുമ്പോ അവരുടെ എല്ലാം മനസ്സ് മാറും. നീ നോക്കിക്കോ. നേരം കരഞ്ഞുകൊണ്ട് രാധ അവിടുന്ന് പോകുന്നുണ്ട്. നേരം നന്ദിനി ദേഷ്യത്തോടെ വിക്രത്തിനോട് പറയുക, എടാ വിക്രം, നീ ആ വേദ തിരികെ വരുമെന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാണോ? അവൾ ഇനി ഇവിടെ വരാൻ പോകുന്നില്ല. അവളുടെ മനസ്സിൽ നീ ഇല്ല. എന്നോട് കാണിച്ചതൊക്കെ കള്ള സ്നേഹമായിരുന്നു. നിന്റെ പുറകെ നടന്നതും നീ സഹായിക്കലതും ചെയ്തതും നീ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നതും ഇല്ല. അവളുടെ അഭിനയമായിരുന്നു. എന്നോടുള്ള വാശി തീർക്കാൻ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അവൾ ആഗ്രഹിച്ചതല്ല അവൾ നേടിയെടുത്തെന്ന്. ഇപ്പൊ നീ അവളെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നില്ല. ഇതിനു വേണ്ടിയാ അവൾ ഇത്രയും നാള് എന്റെ കൂടെ കൂടി എന്നോട് സ്നേഹം നടിച്ചത്. അവളെ മറന്നിട്ട് ഒരു കല്യാണം കഴിച്ച് അവളുടെ മുന്നിലൂടെ നടന്ന് കാണിക്കണം. അതാ വേണ്ടത്. അന്നേരം ഇത് കേട്ടുകൊണ്ട് ആശ വരുന്നുണ്ട്. നന്ദിനിയോട് പറയുക, നിർത്ത നന്ദിനി, അതൊക്കെ പറയാൻ ഇവിടെ ഞാനും കമലവും ഉണ്ട്. നീ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. വിക്രം എങ്ങനെ ജീവിക്കണമെന്ന് നീ അവനെ പഠിപ്പിക്കേ വേണ്ട. ഈ വീട്ടില് നിനക്ക് മാത്രം പ്രത്യേക പരിഗണനയൊന്നും ആരും തന്നിട്ടില്ല. ശ്രീജയെ പോലെ സംസാരിക്കണം. ശ്രീജയെ കണ്ടു പഠിക്കണം. ഇനി നീ എന്റെ മുന്നിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അഭിപ്രായം പറഞ്ഞു വന്ന് അടിച്ചിറക്കും ഈ വീട്ടിൽ നിന്ന്. എന്റെ കൂടെ ആ വിനായകനെയും ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്നോട് ചെയ്ത ചതി എല്ലാം ഞാൻ മനസ്സിലടക്കുന്നത് ഒന്നും മറന്നിട്ടല്ല. അതിനുള്ള സമയം ആകുമ്പോൾ ഒരു തീരുമാനം എടുക്കാന്ന് കരുതി വിക്രം മലയ്ക്ക് പോയി വന്നിട്ട് എല്ലാത്തിനും ഒരു തീരുമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതോടെ ഇതെല്ലാം തകിടം മറിഞ്ഞു. അതുകൊണ്ട് പറയുവാ നന്ദിനി, ഇനി നീ ഈ വീട്ടിലുള്ളവരുടെ നേർക്ക് അധികാരത്തോടെ നിനക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാനുള്ള നാവ് നീ പുറത്തിട്ട ആ നിമിഷം തന്നെ രണ്ടിനെയും പുറത്താക്കും. എന്റെ അവസാനത്തെ മുന്നറിയിപ്പാ. നേരം ഇത് കേട്ട് നന്ദിനിക്ക് വരണ്ട് നിൽക്കുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ കമലം നന്ദിനിയെ നോക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇതിനി അവിടുന്ന് പോകുന്നുണ്ട്. നേരം കമലം വിക്രത്തിനോട് പറയുക, ഇത്ര ദിവസമായി ഇത് എവിടുന്ന് പോയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഏത് ഇനി ഒരിക്കലും തിരികെ വരില്ലേ
എന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം വിക്രം. ഇതൊക്കെ നിന്നോടുള്ള സ്നേഹം സത്യമായിരുന്നെങ്കിൽ ഇത്രയും നാള് നിന്നെ പിരിഞ്ഞിരിക്കാൻ ഇതൊക്കെയാവുമായിരുന്നോ? നന്ദിനി പറയുന്നതിൽ കാര്യമില്ലേ എന്നൊരു സംശയം ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്. താനും നന്ദിനിയെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയോ? നേരം വിക്രം പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ അച്ഛ, അവൾ എന്നെ കാണും പട്ടി അകറ്റുക, അവരുടെ മുന്നിൽ പോലും ഞാൻ പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നേരം മാഷ് പറയുന്നുണ്ട്. ഏതോ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെയൊന്നും കാണിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും കാരണം കാണും. ആ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഏത് തന്നെ അതിനുള്ള ഉത്തരം തരണം. അത് രണ്ടും സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും ഈ അകൽച്ച തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് വിക്രം മാഷിനോട് പറയുന്നുണ്ട്. അവൾ എന്നിൽ നിന്ന് അകലാൻ എന്താണ് കാരണമെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ കെട്ടിയ താലി പൊട്ടിച്ച് എന്റെ കയ്യിലോട്ട് തരട്ടെ, അതോടെ തീരുമല്ലോ എല്ലാം. ഇത്രയും പറഞ്ഞിട്ട് ക്ഷമത്തോടെ വിക്കടന്ന് പോകുന്നുണ്ട്. അന്നേരം വേദ പുറത്തോട്ട് പോകാനായി റെഡിയായി ആയോട്ട് വരുക. നേരം ഇത് കണ്ട് ശ്രീകാന്ത് ചോദിക്കുക, നീ എങ്ങോട്ടാ ഒരുങ്ങി ഇറങ്ങിയത്? നേരം വേദ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അതിനെ ഞാൻ പോകുന്നത്. എന്താ, എനിക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ലേ? ഇതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, പക്ഷേ ആ വിക്രത്തിനെ കാണാനോ ആ വീട്ടിലോട്ട് പോകാനോ ശ്രമിക്കാതിരുന്നാ മാത്രം മതി. സത്യം പറഞ്ഞ നിന്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശവും ഇല്ലല്ലോ അല്ലേ? എന്നെ ചതിക്കാൻ വല്ല പ്ലാനുമായിട്ടാണ് നിന്റെ ഈ യാത്രയെങ്കിൽ അതങ്ങ് അവസാനിപ്പിക്കുന്നതാ നല്ലത്. നിരവേദ പറയുന്നുണ്ട്, നിങ്ങൾക്കെന്താ എന്നെ പേടിയാണോ? എന്റെ മനസ്സ് മാറി വിക്രത്തിനോട് എല്ലാ സത്യവും പറഞ്ഞ് ആ വീട്ടിലേക്ക് മടങ്ങി പോകുമെന്ന് കരുതിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിഡ്ഢിത്തരം നീ ഒരിക്കലും ചെയ്യില്ലെന്നറിയാം. കാരണം അങ്ങനെ നീ പോയാ അതിനുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നീ നന്നായിട്ട് അറിയും. പിന്നെ ആ വീട്ടിൽ നിന്ന് ഒരാളായിരിക്കില്ല രണ്ടാളായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. നേരം ദേഷ്യത്തോടത്ത് പോകുന്നുണ്ട്. അന്നേരം വിക്രം ഷോപ്പിലോട്ട് പോവാനായി ഇറങ്ങുന്നുണ്ട്. വിക്രം വരുന്ന വഴിക്ക് ഇത് പോകുന്നത് കാണുക. ഇത് കണ്ടതും ഇതയുടെ അരികിലോട്ട് വിക്രം ബൈക്ക് കൊണ്ട് നിർത്തുക. നേരം പെട്ടെന്ന് സീത വിക്രത്തിനെ കാണുന്നുണ്ട്. കണ്ടതും പരപ്പോടെ ചെറിയ ഭയത്തോടെ ക്ഷമത്തോടെ വിക്രത്തിനെ നോക്കുക. അന്നേരം ഇതേ നോക്കി ക്ഷമത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, നിനക്കിപ്പോ സന്തോഷാണോ? ഒരു കാരണവും ഇല്ലാതെ എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്? ഇത് കേട്ട് വേദ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം വിക്രം പറയുക, എന്താ നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിനക്കോരോ ന്യായങ്ങൾ കാണുമല്ലോ തിരിച്ചു പറയാൻ. അന്നേരം വേദ പറയുന്നുണ്ട്, പറയാനുള്ളതെല്ലാം ഞാൻ അന്നേ പറഞ്ഞില്ലേ, വീട്ടിൽ വന്നപ്പോ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അന്നേരം വിക്രം പറയുന്നുണ്ട്, നീ ആരെയാ പേടിക്കുന്നത്? എന്തിനു വേണ്ടിയാ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഇഷ്ടം ഞാൻ നിന്നോട് കാണിച്ചിട്ടില്ല. കാണിക്കാൻ തോന്നിയപ്പോഴൊക്കെ നീ എന്റെ അരികിൽ തന്നെ ഇന്ന് ഉണ്ടാകുമല്ലോ എന്ന എന്തായിരുന്നു എനിക്ക്. ഞാനത് സമ്മതിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ എന്നോട് തോന്നിയത് എന്തായിരുന്നു? അതിന്റെ അർത്ഥം എന്താ? എന്നെ ഭർത്താവായി എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നീ വീട് വിട്ടിറങ്ങിയത്? അതോ നീ ആരെങ്കിലും പേടിച്ചിട്ടോ? അതിനുള്ള ഉത്തരം എനിക്കറിയണം. കുറെ നാളായി നീ എന്ന ഫാരൻസിൽ കൊണ്ട് നടക്കുന്നു, അറിഞ്ഞേ പറ്റൂ. എന്താ നിന്റെ പ്രശ്നം? നേരെ വേദ പറയുക, ഞാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുമായുള്ള ജീവിതം വേണ്ട, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല. ഇത് കേട്ട് കൃത്തിന് ദേഷ്യം വരുന്നുണ്ട്. നിരൂപിക്കണം പറയുക, എന്നാ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി എന്തെങ്കിലും ഒരു തന്നേക്ക്, ആര് കാണാനാ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇത് കേട്ട് വേദങ്ങളുടെ ഉള്ളിൽ ഒതുക്കി കൃത്തിനോട് പറയുക, ഇല്ല ഞാനിത് തരില്ല, ഇതെനിക്ക് വേണം. ഇത്രയും പറഞ്ഞിട്ട് ഇത് നടന്നു പോകുന്നുണ്ട്. നേരും വിക്രം വീണ്ടും ഇതിയുടെ മുന്നിൽ എനിക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥം എന്താണ്? എന്നെ ഇഷ്ടമില്ലാത്ത നീയാണോ ആ കെട്ടിയ താലി കഴുത്തിലിട്ട് നടക്കുന്നത്? ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്കൊരിക്കലും എന്നെ മറക്കാനാവില്ല. നീ എത്രയൊക്കെ ഞാനുമായുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്, അതാ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. ആ പവിത്രമായ ബന്ധം ഒരിക്കലും ആർക്കും നശിപ്പിക്കാനാവില്ല. നീ എന്തെങ്കിലും എന്റെ സ്വന്തം ആവും, എന്നെ കൊണ്ട് തന്നെ ഞാനെല്ലാം പറയിപ്പിക്കും. ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട്. നേരം ഇതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്ന് തുടച്ചുകൊണ്ട് ഇത് പോകുന്നുണ്ട്. അന്നേരം വിക്രയും വേദിയും സംസാരിക്കുന്നത് ശേഖരൻ കാണുന്നുണ്ട്. ശ്രീകാന്തിനോട് ഉടനെ വിളിച്ച് പറയുക. ഇത് കേട്ട് ശ്രീകാന്തിന് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്. ഇത് വീട്ടിലേക്ക് വരുമ്പോ ദേഷ്യത്തോടെ നിൽക്കുന്നതിനും ശങ്കരൻ ചോദിക്കുക, ഞാൻ മോളെ കാത്തിരിക്കുമായിരുന്നു, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം. നേരം ശരിയെന്ന് പറഞ്ഞ് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നുണ്ട്. എന്നിട്ട് വേദ മുറിയിലോട്ട് പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ഡോറിൽ തട്ടി വിളിക്കുക. അന്നേരം വേദ കഥവ് തുറക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോ അകത്ത് കയറി ഡോർ അടച്ചിട്ട് ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ കാണരുതെന്ന്, എന്നിട്ട് അവനെ കണ്ടിട്ട് വന്നേക്കുന്നു. ഇതിനായിരുന്നോ നീ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത്? എന്താ രണ്ടുപേരുടെയും പ്ലാൻ? ഇതേ എന്തെങ്കിലും മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിക്രത്തിനെ പിന്നെ നീ കാണില്ല, അവനെ ഞാനങ്ങ് തട്ടിക്കളയും. പിന്നെ ഒരിക്കലും നിനക്ക് പിന്നെ അവനെ കാണേണ്ടി വരില്ല. അത് കേട്ട് വേദിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, വിക്രത്തിനെ ഒന്ന് തൊട്ട് നോക്ക്, അപ്പൊ അറിയാം വിക്രം ആരാണെന്ന്. വിക്രത്തിന്റെ ഒരടിക്ക് നിങ്ങളില്ലല്ലോ. വിക്രം ഒന്ന് തൊട്ടാ നിങ്ങൾക്ക് പിന്നെ 5 ദിവസം പട്ടി നിന്ന് എഴുന്നേക്കാനാവാതെ കിടക്കേണ്ടി വരും. വിക്രത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യം അടക്കാനാവാതെ വേദിയുടെ കറങ്ങത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അന്നേരം കരഞ്ഞുകൊണ്ട് വേദ ശ്രീകാന്തിനെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ദേ അവനെ കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടിപ്പോരുത് നീ. അവനെ പറഞ്ഞപ്പോ നിനക്കെന്താ പൊള്ളുന്നോ? എന്നാ നീ കേട്ടോ, ഞാനൊന്ന് തീരുമാനിച്ചു അത് നടത്തിയെടുക്കാൻ എനിക്കറിയാം. ആരെയധികം അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ കഴിഞ്ഞോളണം, കേട്ടല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട്. നേരം പുറത്ത് ഇത്തി നിൽക്കുന്നുണ്ട്. ശ്രീകാന്തിനെ കണ്ട് ഇത്തി ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തിനാ അത കിടക്കുന്നത്? ആരും കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമാണോ ഏതേച്ചിയോട് നിങ്ങൾ പറഞ്ഞത്? നേരം ശ്രീകാന്ത് പറയുക, എടി നീ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട, എന്നെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ എനിക്കറിയാം. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട്. നേരം ഇത്തി ദേഷ്യം
ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അരികിലോട്ട് വന്നിരിക്കുക. നിരം വേദ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിരം കവിളൊക്കെ അടിച്ചതിന്റെ പാട് വന്ന് കിടക്കുന്നുണ്ട്. നിരം ദീപ്തി ചോദിക്കുക, ശ്രീയേട്ടൻ ചേച്ചി തല്ലിയോ? എന്താ ചേച്ചി, എന്താ സംഭവിച്ചത്? അന്നേരം വേദ കരഞ്ഞുകൊണ്ട് ദീപ്തിയെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല മോളെ, അടുത്തു ഈ ജീവിതം, ഇവിടെ നിന്നും ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? ദീപ്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വേദ പറയുക. നേരം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയാതെ നേരം ശ്രീകാന്ത് ഇത് എല്ലാ സത്യങ്ങളും വിക്രത്തിനോട് പറയുമോ എന്ന് പേടിച്ച് മുൻകരുതലായി വിക്രത്തെ കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. വിക്രത്തെ തടഞ്ഞു നിർത്തി ശ്രീകാന്ത് അരികിലോട്ട് പോവുക. നേരം ദേഷ്യത്തോടെ വിക്രം നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താണ് വരവിന്റെ ഉദ്ദേശം? നേരം ശ്രീകാന്ത് പറയുക, എടാ എന്റെ അനിയത്തിയുടെ പുറകെ നടക്കലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവളുടെ കൺവെട്ടത്ത് പോലും എന്നെ ഇനി കണ്ടുപോകരുത്, മനസ്സിലായല്ലോ? നേരം വിക്രം പറയുന്നുണ്ട്, ആ ബോഡോ ഞാൻ കെട്ടിയ താലി ഇപ്പോഴും ഇവിടെ കഴുത്തിലുണ്ട്. അതുള്ളിടത്തോളം കാലം ഞാൻ അവളെ കാണും, സംസാരിക്കും. ഇത് പറയാൻ നീ ആരാടാ? നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ നിനക്ക് നാണോ ഇല്ലേ? ഇതേപോലൊരു പെൺകുട്ടിയെ കെട്ടാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? നിന്നെ പോലൊരു ഗുണ്ട സ്നേഹിക്കേണ്ട പെണ്ണല്ല വേദ. നിനക്കും എത്ര മുകളിലാ വേദ? അവളെ സ്വപ്നം കാണേണ്ട യോഗ്യത പോലും നിനക്കില്ല. നീയും അവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ എന്ത് വേണോന്നൊക്കെ എനിക്കറിയാം. അധികം വൈകാതെ നോട്ടീസ് വീട്ടിലോട്ട് വരും, ഡൈവേഴ്സ് നോട്ടീസ്. അതോടെ എല്ലാം അവസാനിക്കും. നീയും എന്റെ അനിയത്തിയും തമ്മിലുള്ള ബന്ധം. നേരം ഇത് കേൾക്കമാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാ. നേരം ദീപ്തി വിക്രത്തിന്റെ ഫോണിലോട്ട് വിളിക്കും വെച്ചിട്ട് പറയുന്നുണ്ട്, വിക്രം ചേട്ടാ ഞാൻ വേദേച്ചിയുടെ കാര്യം പറയാൻ വിളിച്ചതാ. വേദേച്ചി ഇന്ന് ഒത്തിരി കരഞ്ഞു. ശ്രീയേട്ടൻ വേദേച്ചി തല്ലിയെന്നാ തോന്നുന്നേ, മുഖത്തല്ല അതിന്റെ പാടുണ്ടായിരുന്നു. ഇത് കേട്ട് വിക്രത്തിന് ദേഷ്യം അടക്കാനാവുന്നില്ല. നേരം വിക്രം ചോദിക്കുക, എന്താ വേദയ്ക്ക് എന്താ പറ്റിയത്? നേരം ദീപ്തി പറയുന്നുണ്ട്, എനിക്കറിയില്ല, അത് കടച്ച സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഈ ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അല്ലാത്തൊരവസ്ഥയില്ല ചേച്ചി ഇപ്പം കടന്നു പോകുന്നത്. എന്റെ ചേച്ചീനെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് പ്രശ്നം വന്നാലും ഓൾഡായിട്ട് നിൽക്കുന്നതാ. അതേട്ടാ എന്റെ മുന്നിൽ ചേച്ചി ഇങ്ങനെ കരഞ്ഞു കാണുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ വിക്രം ചേട്ടനെ വിളിച്ച് പറഞ്ഞത് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഏതേച്ചി എന്തുകൊണ്ടാണ് വിക്രം ചേട്ടനെ ഉപേക്ഷിച്ച് ഇനി വന്നത് എന്ന കാരണം അറിയണം. ഇല്ലെങ്കിൽ ഏതേച്ചിയോട് തന്നെ ചോദിച്ച് സത്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് വിക്രം ചേട്ടനെ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് വിഷമത്തോടെ ദീപ്തി ഫോൺ കട്ട് ചെയ്യുക. നേരം ദേഷ്യത്തോടെ ബൈക്കും കൊണ്ട് ശ്രീകാന്തിന്റെ പുറകെ പോവാ. മുന്നിൽ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് ദേഷ്യത്തോടെ ശ്രീകാന്തിന്റെ കാറിന് മുന്നിലോട്ട് പോവാ. നേരം ശ്രീകാന്ത് കാറിൽ നിന്നും പുറത്തിറങ്ങുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ? നേരം വിക്രം പറയുക, ഏതാ എന്റെ അനിയത്തിയായിരിക്കാം, പക്ഷെ അവളിപ്പോ എന്റെ ഭാര്യയാണ്, എന്റെ പെണ്ണ്. അതുകൊണ്ട് ഇനി അവളുടെ ദേഹത്ത് തൊട്ട കൈ ഞാനങ്ങ് ഒടിക്കും. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കഴുത്തി പിടിച്ച് ബേക്കിലോട്ട് മടക്കി അമർത്തി എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നേരം വീട് വിടന്ന് ശ്രീകാന്ത് പറയുക. ഉടനെ വിക്രം മാറ്റിയ ശേഷം പറയുക, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല, ഇനി വേദയുടെ ദേഹത്ത് കൈവെച്ച അറിയാലോ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ ശ്രീകാന്ത് വിചാരിക്കുന്നുണ്ട്, ഇതേ തല്ലിയ കാര്യം വിക്രം എങ്ങനെ അറിഞ്ഞെന്ന്. ഇതേയും വിക്രവും തമ്മിൽ സംസാരമുണ്ടെന്ന് ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട്. നേരം ഉടനെ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറയും, ഏതേ ഇന്ന് പുറത്തു പോയപ്പോ വിക്രത്തിനെ കണ്ടെന്ന്. അച്ഛാ വിക്രത്തെ കണ്ട ദേഷ്യത്തിൽ അവൾ അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ അവക്കിട്ട് ഒരടി കൊടുത്തു. പൊഴുത അവൻ എന്നെ തല്ലാൻ വന്നു. ഏതേ തൊട്ടുപോകരുതെന്ന് നിവിൻ ചന്ദ്രശേഖരൻ പറയുക. അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ അറിയാതെ ഏതയുടെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ട്. ഇനിയും അത് അനുവദിച്ചു കൊടുത്തു. ഇത്രയും പെട്ടെന്ന് ഏതയുടെ ഫോൺ മാറ്റണം. അവനുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവാൻ പാടില്ല. അന്നേരം ശ്രീകാന്ത് പറയുക, അത് തന്നെയാ എന്റെ തീരുമാനം. ഇനി ശ്രീകാന്ത് ഏതയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട്. ഇതൊരു ഫോൺ മേടിച്ച് സിമ്മും കൊടുത്ത് ഏതയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുക, ഇനി ഈ ഫോൺ ഉപയോഗിച്ചാൽ മതി. അതും നീ ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നല്ല എനിക്ക് അറിയാനും പറ്റും. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെ എങ്ങാനും വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞ അന്നേരം വേദയ്ക്ക് എല്ലാം അനുസരിക്കേണ്ടി വരുന്നുണ്ട്. ശ്രീകാന്തിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആവയായി വേദയ്ക്ക് മാറേണ്ടി വരുന്നുണ്ട്. നേരം വിക്രം ഇതിനെ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. നേരം വേദയുമായി ഒരു ബന്ധവും ഇല്ലാതാകുമ്പോ വിക്രത്തിന്റെ മനസ്സല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. വേദി തനിക്ക് ഇന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുണ്ട്. ഇപ്പോഴെല്ലാം വേദയുടെ മുഖം വിക്രത്തിന്റെ മനസ്സിലായുന്നുണ്ട്. വേദയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥമായി ജീവിക്കാനാവില്ല എന്ന സത്യം മനസ്സിലാക്കി വിക്രം വേദയെ സ്വന്തമാക്കാനായി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയതുപോലെ വിക്രം ചിന്തിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വേദയെ വിളിച്ചിട്ട് വിക്രം പറയുക, വേദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേദയുടെ ഫോൺ എന്ത് ചെയ്തു? നിരന്തീത്തി പറയുക, അത് ശ്രീയേട്ടൻ നമ്പർ മാറ്റി. വേദിച്ച് ആരെ വിളിച്ചാലും ഇതെല്ലാം റെക്കോർഡ് സഹിതം ശ്രീയേട്ടന്റെ ഫോണിലോട്ട് വരും. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ചേച്ചിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തത് കേട്ട് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. വേദയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രീകാന്ത് ശ്രമിക്കുന്നത് കണ്ട് വിക്രത്തിന് ശ്രീകാന്തിനോട് അതിയായി ദേഷ്യം തോന്നുക. നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനോട് വിക്രം ഇതെല്ലാം പറയുന്നുണ്ട്. നേരം നീങ്കുട്ടം പറയുക, വിക്രം വേദ നിന്റെ ഭാര്യയാണ്, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. പക്ഷേ അവളുടെ ചേട്ടൻ ആ ശ്രീകാന്ത് കാണിക്കുന്ന ഒട്ടും ശരിയല്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ ഇതിലും നല്ലൊരു മാർഗം അയാൾക്ക് ഇനി കിട്ടാനില്ലല്ലോ. നേരം വിക്രം പറയുന്നുണ്ട്, അവൻ എത്രയൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും അകലില്ല. ഞാൻ അറിയാത്ത പലതും ഏതൊക്കെയറിയാം. എന്നിൽ നിന്നും അവൾ പലതും മറിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടമല്ല എന്ന് അവൾ വെറുതെ പറയുന്നത്. അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഞാൻ കെട്ടിയ താലിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യം ചെയ്യേണ്ടത്
ആ താലി ഒരു എന്റെ കയ്യിൽ തന്നിട്ട് ആ വീടിന്റെ പടി ഇറങ്ങുമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. അതിന്റെ അർത്ഥം അവളെ ഇഷ്ടത്തോടെയല്ല ആ വീട്ടിൽ നിന്നും പോയത്. അതിന്റെ കാരണം അത്ര ചോദിച്ചിട്ടും അവൾ പറയുന്നില്ല. നേരം അനിയൻകുട്ടൻ പറയും, ഇതേ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിയില്ലേ, എങ്ങനെയെങ്കിലും ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും ഇത് രക്ഷപ്പെടുത്തണം, ഇതിനുള്ള മാർഗം കണ്ടുപിടിക്കേണ്ടത്. വിക്രം പറയുന്നുണ്ട്, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്, എങ്ങനെയും ആ വീട്ടിൽ നിന്നും ഏതെ രക്ഷിക്കണം. എന്നിട്ട് ഇവളിൽ നിന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എനിക്ക്. അതിന് ഇനി ഒരു മാർഗേ ഉള്ളൂ, ആരും അറിയാതെ വീട്ടിൽ നിന്നും ഏതെ പൊക്കണം. ഇത് കേട്ട് ജോസഫേട്ട അമ്പരപ്പോട് ചോദിക്കുക, എന്താ വിക്രം ഈ പറയുന്നത്? ആരും കാണാതെ ഏത് തട്ടിക്കൊണ്ട് വരാനാണോ നീ പ്ലാൻ ചെയ്യുന്നത്? വിക്രം പറയുന്നുണ്ട്, അതെ ജോസഫേട്ട, അതല്ലാതെ വേറെ വഴിയില്ല. ഏത് എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇനി അതേ ഉള്ള ഒരു മാർഗം. അവളില്ലാതെ എനിക്ക് പറ്റില്ല. അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവളുടെ മനസ്സിൽ എന്താണെന്ന്, എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. നീ കുട്ടം പറയുക, നീ പറയുന്നത് എന്തിനും നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇത് നിന്റെ ഭാര്യയില്ലേ, തട്ടിക്കൊണ്ടു പോയാൽ അത് നിന്റെ അവകാശമാ, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. വിക്രം ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഇതൊക്കെ കരുതി വെച്ചിരിക്കും പോലെ അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രവും ഫ്രണ്ട്സും ഏതയെ തട്ടിക്കൊണ്ടു പോവാനുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാരും ഉറങ്ങിയ ശേഷം മാത്രമേ ഏതയുടെ വീട്ടിലേക്ക് പോവുക. ആരും കാണാതെ മുകളിൽ കയറി ഏതയുടെ ഡോറ് പൂട്ടിട്ട് തുറക്കുന്നുണ്ട്. ഏതോ ഉറങ്ങുന്നത് കണ്ടും ഒരു നിമിഷം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഏതേനെ ബോധം കെടുത്തു വാതിയെ ഏതെ എടുത്തു പൊക്കി ആരും കാണാതെ മുറിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. നേരം ഫ്രണ്ട്സും നീൻകുട്ടി എല്ലാ പേരും മുകളിൽ നിന്നും താഴോട്ട് കയറിട്ട് കൊടുക്കുന്നുണ്ട്. കൊളുത്തിട്ട് അങ്ങനെ പതിയെ ഏതയും കൊണ്ട് വിക്രം താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വേദേനെ വിക്രം കൊണ്ടുപോകുന്നുണ്ട് അനിയൻകുട്ടന്റെ വീട്ടിലേക്ക്. വിക്രം ഇത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അനിയൻകുട്ടനും ഫ്രണ്ട്സും പറയുക, എനിക്കെന്താ ഏതേ കണ്ട് കൊതി തീരുന്നില്ലേ, കുറെ നാൾ കാണാതിരുന്നതല്ലേ. ചിരിച്ചുകൊണ്ട് വിക്രം പറയുക, ഇപ്പോഴാ എനിക്ക് സന്തോഷായത് ഇവളുടെ മുഖം കണ്ടപ്പോ. എന്നാ ഞാൻ പോവാ, രാവിലെ വരാം. വേദ ഉണരുന്നതിന് മുന്നേ. എന്തായാലും ഇപ്പൊ ഉണരില്ലല്ലോ, വീട്ടിലെ അമ്മയും അച്ഛനും അന്വേഷിക്കുന്നുണ്ടാവും, എന്നെ കാണാതെ കാത്തിരിക്കുന്നതായിരിക്കും. ഞാൻ എന്നാ പോവാ. ശരിയെന്ന് പറഞ്ഞിട്ട് വിക്രവും ഫ്രണ്ട്സും പോകുന്നുണ്ട്. ഇത് കണ്ട് അനിയൻകുട്ടൻ നോക്കി നിൽക്കുക. അതുപോലെ അനിയൻകുട്ടന്റെ അച്ഛനും അവര് പോയ ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആ കുട്ടീനെ ആരും കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലീസ് അറിഞ്ഞ നീ ആയിരിക്കും അകത്താവാൻ പോകുന്നത്. അനിയൻകുട്ടൻ പറയുക, അച്ഛൻ പേടിക്കണ്ട, ഇത് വിക്രത്തിന്റെ ഭാര്യയാണ്. വിക്രമ വീട്ടിൽ നിന്നും പൊക്കിക്കൊണ്ട് വന്നത്. അതുമല്ലാതെ ഏത് എവിടെ ഉണ്ടെന്ന് ആരും അറിയാനും പോകുന്നില്ല. അച്ഛൻ അത് ആലോചിച്ച് പേടിക്കണ്ട, അച്ഛൻ പോയി കിടന്നോ. വേഗം അവിടുന്ന് പോകുന്നുണ്ട്. നീൻകുട്ടൻ കഥക് പൊട്ടി പോയി കിടക്കുന്നുണ്ട്. ഒന്നും അറിയാതെ ഇത് ഉറങ്ങുക. പിറ്റേ ദിവസം വിക്രത്തിന്റെ ഫോണിൽ നീൻകുട്ടൻ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, കുറെ നാളുകൾക്ക് ശേഷം ഇന്നാ ഇത്തിരി ഉറങ്ങിയത്. ഏതിപ്പോ എന്റെ കൂടെയല്ലേ, ഞാൻ പെട്ടെന്ന് വരാം. അനിയൻകുട്ടനെ ഉടനെ പറയുക, വിക്രം ഏത് ഇവിടെ കാണാനില്ല. രാവിലെ നോക്കുമ്പോ അതൊക്കെ തുറന്നു കിടക്കുക. ഇത് കേട്ട് ഞെട്ടലോടെ വിക്രം പറയുന്നുണ്ട്, ഏത് അവിടെ ഇല്ലെന്നോ? എന്താ അനിയൻകുട്ടൻ നീ പറയുന്നേ? അവൾ അവിടുന്ന് ആര് കൊണ്ടുപോകാനാ? അതും വേദ ഒരിക്കലും അങ്ങനെ ഇറങ്ങി പോവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വേദ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? ഈ വെപ്രാളത്തോടെ വിക്രം ചോദിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ വിഷമത്തോടെ പറയുക, എനിക്കറിയില്ല വിക്രം, വേദയ്ക്ക് എന്താ പറ്റിയെന്ന്. ഉടനെ വിക്രം ഫോൺ കട്ട് ചെയ്യുക. പെട്ടെന്ന് ഷർട്ടെടുത്തിട്ട് ബൈക്കിലോട്ട് കയറുന്നുണ്ട്. ശ്രീജ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രം നീ എങ്ങോട്ടായി രാവിലെ? വിക്രം പറയുക, ഞാനിതാ വരുന്നു. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ ശ്രീജ നിൽക്കുന്നുണ്ട്. കമല ചോദിക്കുക, എന്താ ശ്രീജെ, വിക്രം രാവിലെ എങ്ങോട്ടാ പോയത്? ശ്രീജ പറയുന്നുണ്ട്, എന്തോ അമ്മ അറിയില്ല, പെട്ടെന്ന് പ്രാളത്തിൽ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. ഞാൻ ചോദിച്ചപ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയത്, എന്തോ പറ്റിയിട്ടുണ്ട്. കമല എന്തോ ആലോചിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഒഴിക്കും വിക്രം അനിയൻകുട്ടന്റെ വീട്ടിലെത്തുക. മുറിയിൽ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ സംഭവിച്ചത്? അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഏത് നല്ല ഉറക്കായിരുന്നു, കഥക് പൂട്ടിയിട്ടില്ലായിരുന്നു, ചാരി ഏറ്റിരുന്നത്. ആ മുറിയിലും ഞാൻ ഇവിടെയാ കടന്നത്. രാവിലെ നോക്കുമ്പോ അതൊക്കെ തുറന്നു കിടക്കുന്നതാ കണ്ടത്. ഇവിടെ വന്ന് നോക്കിയപ്പോ ഏതിനും കാണാനില്ല. വിക്രമാകെ വിഷമിച്ച് അല്ലാത്ത അവസ്ഥയിരിക്കുന്നുണ്ട്. ഫോണിൽ എത്തി വിളിക്കുക. വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രം ചേട്ടാ ചേച്ചി ഇവിടുന്ന് കാണാനില്ല. എല്ലാവരും പേടിച്ചിരിക്കുക. ഇത് കേട്ട് വിക്രം മനസ്സിലാക്കുന്നുണ്ട്, ഏതാ വീട്ടിലെത്തിയിട്ടില്ല, അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഉടനെ വിക്രം പറയുക, ഞാൻ അന്വേഷിക്കാം. ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ദീപ്തിയാകെ വിഷമിച്ചിരിക്കുക. അന്നേരം ശ്രീകാന്ത് ശങ്കരനോടും പത്മത്തിനോടും പറയുന്നുണ്ട്, ഏതോ ഒരിക്കലും നമ്മളോട് പറയാതെ എങ്ങോട്ടും പോവില്ല. ഏതൊക്കെ എന്ത് സംഭവിച്ചെന്ന് അവൻ അറിയായിരിക്കും. ആ വിക്രത്തിന് ആരും അറിയാതെ ചിലപ്പോൾ അവൻ അവിടെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും. ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, ശ്രീകാന്തെ വെറുതെ ഏതാപ്പുറം വായിക്കാതെ വിക്രം എങ്ങനെ ഇവിടെ വരും? അല്ലെങ്കിൽ തന്നെ വിക്രം വിളിച്ച ഇത് ഇറങ്ങി പോവോ? അന്നേരം പത്മ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് എന്റെ മോളെ കണ്ടുപിടിക്കണം. ശങ്കരേട്ട എന്തെങ്കിലും ചെയ്യേ. നേരം ശ്രീകാന്ത് പറയുക, അമ്മ വിഷമിക്കണ്ട, പോലീസ് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവർ അന്വേഷിക്കും. ശ്രീകാന്ത് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എപ്പോഴേക്കും അവിടെ ചന്ദ്രശേഖരൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്തൊക്കെയാ കേൾക്കുന്നത്? ഏതാ എല്ലാം ഉപേക്ഷിച്ച് ഗുണ്ട വിക്രത്തെ വേണ്ടെന്ന് വെച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് ഇപ്പൊ വേദയെ കാണാനില്ലെന്ന്. എന്താ ശങ്കരേട്ട ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾക്ക് അവളെ ശ്രദ്ധിക്കാൻ അറിയില്ലേ? അന്നേരം ശങ്കരൻ പറയുന്നുണ്ട്, വേദ എങ്ങോട്ടായിരിക്കും പോയത്? ഇത്രയും പെട്ടെന്ന് വേദയെ കണ്ടുപിടിക്കണം. അന്നേരം ശ്രീകാന്ത് പറയുക, അച്ഛാ ഞാൻ പറഞ്ഞില്ല, അവനെ അറിയാം. ആ വിക്രത്തിന് അവൻ തന്നെയാ ഇതിന്റെ എല്ലാം പുറകിൽ. അവനെ ചോദ്യം ചെയ്യേണ്ട രീതി ചോദ്യം ചെയ്താൽ അവൻ തത്ത പറയും പോലെ പറയും. ഇൻസ്പെക്ടർ സാബുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ സംശയം ഉണ്ടെന്ന്. അന്നേരം ഉടനെ ദീപ്തി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാ. ഇന്നലെ ഏതേച്ചി നിങ്ങൾ തല്ലിയില്ലേ?
ചേച്ചിയുടെ കയ്യിലിരുന്ന ഫോണ് നിങ്ങൾ മനഃപൂർവ്വം ചേച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു, എന്നിട്ട് പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ അല്ലേ? നിങ്ങൾ കാരണം തന്നെയാ ചേച്ചി ഈ വീട് വിട്ട് ഇറങ്ങിയത്. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? സത്യം പറയേ, നിങ്ങളെ ഭയന്നിട്ടാണോ വിക്രം ചേട്ടന്റെ വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ട് ഞെട്ടലോടെ ശ്രീകാന്ത് ശങ്കരനെ നോക്കുന്നുണ്ട്. നേരം ശങ്കരൻ ചോദിക്കുക, നീത്തി പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? നീ എന്തിനാ ഏതിനെ തല്ലിയത്? നേരം ശ്രീകാന്ത് പറയുക, അതച്ഛാ, അവൾ ഇന്നലെ പുറത്തു പോയപ്പോ വിക്രവുമായി സംസാരിക്കുന്നത് ഷേയുടെ അച്ഛൻ കണ്ടു. അന്നേരം ചന്ദ്രശേഖരൻ പറയുക, അതേ ശങ്കരേട്ട, ഞാൻ കണ്ടതാ അവർ തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നത്. അത് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞു. ഇതിന്റെ ദേഷ്യമാവോ അവൻ വേദനയോട് കാട്ടിയത്? അന്നേരം ശ്രീകാന്ത് പറയുക, അതെ അച്ഛാ, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, അതാ ഞാൻ തല്ലിയത്. പിന്നെ അവനുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഫോൺ നമ്പർ മാറ്റിയത്. അത് അത്ര വലിയ തെറ്റൊന്നും അല്ല. അതുകൊണ്ടല്ല അവളെ ഇപ്പൊ കാണാതായിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മറ്റാരുടെ കൈയാണ്? അന്നേരം പത്മ വിളിച്ച് കമലത്തിനോട് പറയുന്നുണ്ട് ഏതേനെ കാണാനില്ലെന്ന്. നേരം ഇത് കേട്ട് കമലം ആകെ ഞെട്ടി നിൽക്കുക. അന്നേരം പത്മ ചോദിക്കുക, കമലം, എന്റെ മോള് ഇവിടെ വന്നിരുന്നോ? ഇവിടെ ഉണ്ടെങ്കിൽ സത്യം പറയണം. നേരം കമലം പറയുക, ഇല്ല പത്മം, ഏത് മോള് ഇവിടെ വന്നില്ല. നേരം വിഷമത്തോട് പത്മം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കമലം ഇത് ഉടനെ സുധാകര മാഷിനോട് പറയുക. ഇത് കേട്ട് സുധാകര മാഷ് പറയുന്നുണ്ട്, ഏത് പിന്നെ എങ്ങോട്ട് പോയെന്ന? ആ കുട്ടിയുടെ മനസ്സെന്തൊക്കെയുണ്ട്, അല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ വീടിന്റെ പടിയിറങ്ങി പോയപ്പോ എനിക്കത് മനസ്സിലായതാ. സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വിട്ടു പോയത്, തുറപ്പാ. അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയുണ്ട്. നിരം വിഷമിച്ച് വിക്രം വരുക. നിരം കമലം പറയുന്നുണ്ട്, മോനെ ഇത് കാണാനില്ലെന്ന് പത്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. നിരം വിഷമത്തോടെ വിക്രം അവരെ നോക്കുക. ഇത് കണ്ട് സുധാകര മാഷി ചോദിക്കുക, നീ എന്താ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാത്തത്? നിരം വിക്രം പറയുക, അച്ഛാ, അത് ഇന്നലെ രാത്രി നീതിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ആരും അറിയാതെ നീൻകുട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയത്. ബോധമില്ലാതെ കൊണ്ടുവന്നത്. രാവിലെ നീതിയോട് കാര്യങ്ങൾ സംസാരിച്ച് എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ ചോദിക്കാമെന്ന് കരുതിയ ഞാൻ അത് ചെയ്തത്. അന്നേരം കമലം പറയുക, എന്തിനാ വിക്രം നീ അങ്ങനെ കാണിച്ചത്? നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് ഒരു പെൺകുട്ടീനെ രാത്രി ആരും അറിയാതെ തട്ടിക്കൊണ്ട് വന്നുവെന്നോ എനിക്ക് എങ്ങനെ തോന്നി? കേട്ടില്ല മാഷെ ഇവൻ പറഞ്ഞത്. അന്നേരം മാഷ് ചോദിക്കുക, എന്തിനാ വിക്രം നീ അത് ചെയ്തത്? എന്നിട്ടിപ്പോ വേദ എവിടെ? നേരം വിക്രം പറയുക, അറിയില്ല അച്ഛാ, രാവിലെ അനിയൻ കുട്ടൻ അതൊക്കെ തുറന്നു നോക്കുമ്പോ ഇത് അവിടെ ഇല്ല. ഏതൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. വിഷമത്തോടെ വിക്രം പറയുന്നുണ്ട്. നേരം വിക്രത്തിന്റെ ദയനീയ അവസ്ഥ മാഷിന് മനസ്സിലാവുന്നുണ്ട്. ആ തോളിൽ പിടിച്ചിട്ട് മാഷ് പറയുക, നീ വിഷമിക്കണ്ട, ഏതൊക്കെയൊന്നും സംഭവിക്കില്ല. എന്തൊക്കെയോ നിഗൂഢതകൾ ഇതൊക്കെ ചുറ്റുമുണ്ട്. ഇതിനെല്ലാം ഒരു ഉത്തരം കാണണമെങ്കിൽ ഇത് തന്നെ വിചാരിക്കണം. ഏതിക്ക് മാത്രമേ ഇത് പറയാനാവൂ. നേരം ഇൻസ്പെക്ടർ സാബു വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് കമലവും മാഷും വിക്രവും പരിഭ്രമത്തോടെ അയാളെ നോക്കുക. നേരം സാബു പറയുന്നുണ്ട്, പറഞ്ഞില്ലേ നിന്റെ ഭാര്യനെ ഇന്നലെ രാത്രി മുതൽ കാണാതായി. അവർക്ക് നിന്നെയാണ് സംശയം. 1-2 തവണ നീ ആ വീട്ടിൽ പോയി ശല്യം ചെയ്തു. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി തിരികെ വരാൻ. ഇതിന് ആ കുട്ടി സമ്മതിച്ചില്ല. അതിന്റെ ദേഷ്യത്തിൽ ഈ വേദനെ ആ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതല്ലേടാ സംഭവിച്ചത്? നേരം വിക്രം പറയുന്നുണ്ട്, അല്ല അങ്ങനെയല്ല. നേരം സാവു പറയുക, എങ്ങനെയാണെന്നൊക്കെ നീ എന്നെ പഠിപ്പിക്കണ്ട, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ കൊണ്ട് പറയേണ്ട രീതി പറയിപ്പിക്കാൻ എനിക്ക് നന്നായി അറിയാം. എന്റെ കൈയിന്റെ ചൂട് നീ കുറെ കൊണ്ടിട്ടുള്ളതല്ലേ? അന്നേരം വിക്രത്തെ പിടിച്ച് വീട്ടിൽ നിന്നും പോകുന്നുണ്ട്. അന്നേരം കമലം കരഞ്ഞുകൊണ്ട് വിക്രം എന്ന് വിളിക്കുക. ആശും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ കമല ഷോപ്പിലെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുക, പോലീസ് വിക്രത്തെ പിടിച്ചുകൊണ്ട് പോയെന്ന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഇൻസ്പെക്ടർ വിക്രത്തെ തല്ലി ചതയ്ക്കും. ഇതിനു മുന്നേ വിക്രത്തെ രക്ഷപ്പെടുത്തണം. നേരം ഇത് കേട്ടത് ജോസഫേട്ടൻ ഫോൺ വെക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സാർ, വിക്രത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഏതേനെ രാത്രി മുതൽ കാണാനില്ലാന്ന്. വിക്രമാണ് ഇതേ തട്ടിക്കൊണ്ടു പോയെന്ന അവരുടെ വീട്ടുകാർ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് വിക്രത്തെ രക്ഷിക്കണം സാർ, ഇല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റം അവനെ കൊണ്ട് തല്ലി സമ്മതിപ്പിക്കും. വിക്രത്തിനോടുള്ള വൈരാഗ്യം സാറിന് അറിയാലോ. ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക, ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എങ്ങനെ വിക്രത്തെ രക്ഷിക്കുന്നത്? ഇലക്ഷന്റെ വർക്കുമായി നടക്കുക. അതുമല്ലാതെ വിക്രം ഞാനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാ പോയത്. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനും വിക്രത്തെ സഹായിക്കണം? എന്റെ ഒരു കാര്യത്തിലും വിക്രം ഇടപെടില്ലെന്നും അതുപോലെ വിക്രത്തിന്റെ കാര്യത്തിൽ ഞാനും ഇടപെടില്ലെന്ന് പരസ്പരം പറഞ്ഞ് ധാരണയിൽ പിരിഞ്ഞവരാ. അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടെ. അന്നേരം അനിയൻകുട്ടൻ ജോസഫേട്ടനോട് ചോദിക്കുക, സാർ എന്താ പറഞ്ഞത്? നേരം പറയുന്നുണ്ട്, അയാൾ വിക്രത്തെ രക്ഷിക്കില്ല. വിക്രവുമായുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ചതല്ലേ? ഇതിന്റെ ദേഷ്യം വിക്രത്തിനോടുണ്ട്. വിക്രത്തിന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന അയാള് പറഞ്ഞത്. നേരം അനിയൻകുട്ടൻ പറയുക, എങ്ങനെയാ വിക്രത്തെ രക്ഷിക്കുന്നത്? സാബു വിക്രത്തെ തല്ലി ചതയ്ക്കും. ആശി തീരുന്നത് വരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്താ ഒരു വഴി? അന്നേരം സജിൻ പറയുക, ദർശൻ സാറിനെ വിളിച്ച് പറഞ്ഞാലോ? സാറിനെ കൊണ്ട് വിക്രത്തെ രക്ഷിക്കാനാവൂ. നേരം ഉടനെ ജോസഫേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാ, ആറാണല്ലോ ഒന്നും വിക്രത്തെ രക്ഷിച്ചത്. ഉറപ്പായും നമ്മളെ സഹായിക്കാതിരിക്കില്ല. അങ്ങനെ ദർശനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. നേരം ദർശൻ പറയുക, നിങ്ങളെ പേടിക്കേണ്ട, വിക്രത്തിന്റെ ദേഹത്ത് ഇൻസ്പെക്ടർ സാബു കൈ വെക്കില്ല. വിക്രത്തെ ഞാൻ രക്ഷിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി വിക്രത്തെ വല്ലാനായി അച്ചുകെട്ടി ഇറങ്ങുന്നുണ്ട് സാബു. നേരം വിക്രം അവശനായിരിക്കുക. ഇതേ കാണാനില്ലാത്ത വിഷമവും അതുപോലെ മനസ്സാകെ തകർന്നിരിക്കുന്നുണ്ട്. നേരം വിക്രത്തിന്റെ ദേഹത്ത് സാബു കൈ വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ദർശൻ അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് സാബു ദേഷ്യത്തോടെ അരികിലോട്ട് പോവുക. നേരം ദർശൻ പറയുന്നുണ്ട്, ഇത് വിക്രത്തിന്റെ മുൻകൂർ ജാമ്യമാണ്, അയാളെ വിട്ടയക്കണം. ഈ നിമിഷം തന്നെ കൊണ്ടുപോവാനാ ഞാൻ വന്നത്. അന്നേരം ഇത് കണ്ട് സാബുവിന് ഇത്തിരി ദേഷ്യം തോന്നുന്നുണ്ട്. വിക്രത്തെ നോക്കി പല്ല് കടിക്കുക. നേരം
വിക്രം ദർശനെ നോക്കുന്നുണ്ട്. നേരം വിക്രം അബുവിനെ ദേഷ്യത്തെ നോക്കി ദർശന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. നേരം വിക്രത്തെ കണ്ട് ദർശൻ ചോദിക്കുന്നുണ്ട്, എന്താടോ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോഴിതാ ഏതേ കാണാനില്ല. എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് തല പെരുക്കുന്നു. ഏതേ ഇനി ഇവിടെ പോയാൽ കണ്ടുപിടിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? അല്ലെങ്കിൽ ഞാനാണോ അത് ചെയ്തത്? എന്തെങ്കിലും ഒന്ന് പറയടോ. ഇത് കേട്ട് വിക്രം പറയാൻ സാർ, ഇതാ എന്റെ വീട് വിട്ടിറങ്ങിയ ശേഷം മനസ്സ് തുറന്നെന്ന് സംസാരിക്കാൻ പല തവണ ഞാൻ ശ്രമിച്ചു. 1-2 തവണ ഇതേ കാണാൻ വീട്ടിലും പോയിരുന്നു. അപ്പോഴെല്ലാം എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലെന്നാ പറഞ്ഞത്. താലിമാല ഒരു തരാൻ പറഞ്ഞിട്ട് ഇത് തന്നില്ല. ഇതൊരിക്കലും ഇതിനാവില്ല സാർ. ഇതിയുടെ മനസ്സിനോട് ഇഷ്ടമുണ്ട്. എന്തോ കാരണം കൊണ്ടാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ അത് ചോദിച്ചതാ പല തവണ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ല. ഇതിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത ഇന്നലെ രാത്രി ഇത് ഞാൻ തട്ടിക്കൊണ്ടുപോയത് അനിയൻകുട്ടന്റെ വീട്ടിൽ താമസിപ്പിച്ചത്. പക്ഷേ ഇത് രാവിലെ ആയപ്പോ ഇത് എവിടെ കാണാനില്ല. എവിടെ പോയെന്ന് അറിയില്ല സാർ. ഇതാ സംഭവിച്ചത്. നീരം ഇത് കേട്ട് ദർശനാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ എന്ത് അബദ്ധമായി കാണിച്ചത്? കാര്യങ്ങളെ യുക്തിപൂർവ്വം സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം ഇതാണോ ചെയ്യേണ്ടിയിരുന്നത്? ഗുണ്ടകളുടെ സ്വഭാവം ഇതാണ്, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കൽ. അതാണോ താൻ ഉദ്ദേശിച്ചത്? നീരം വിക്രം പറയുന്നുണ്ട്, അല്ല സാർ, സാറിന് എന്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയൂ. വേദയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഒരിക്കലും വേദയെ ചതിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. വേദയിൽ നിന്നും സത്യങ്ങൾ അറിയാനായി ഞാൻ ശ്രമിച്ചത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേദയുടെ മനസ്സ് മാറ്റണം എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കേട്ട് ദർശൻ പറയുന്നുണ്ട്, എന്തായാലും താൻ കാണിച്ച വലിയ അബദ്ധമായി പോയി. എന്തായാലും നമുക്ക് വേദയെ അന്വേഷിക്കാം. ഞാൻ വേദയെ തട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഫ്രണ്ട്സിനും എനിക്കുമല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ? കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇല്ല സാർ, ആർക്കും അറിയില്ല. ദർശൻ പറയുന്നുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. അതോടെ എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. താൻ വിഷമിക്കേണ്ട, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ദർശനത്തെ കൊണ്ടുവിടുന്നുണ്ട്. അന്നേരം വിക്രത്തെ കണ്ടത് മാഷിയും ശ്രീജയും നന്ദിനി എല്ലാ പേരും വിക്രത്തിന്റെ അരികിലോട്ട് പോവുക. നേരം മാഷി ചോദിക്കുന്നുണ്ട്, വിക്രം ആരാ രക്ഷിച്ചത്? ആരാ പുറത്തിറക്കിയത്? ആവേശത്തോടെ ചോദിക്കുന്നുണ്ട്. നേരം വിക്രം പറയുക, ദർശൻ സാർ വന്നു. അല്ല, അമ്മ എവിടെയാ? നേരം മാഷി പറയുന്നുണ്ട്, ഇതിയുടെ അച്ഛനും അമ്മയും കാണാൻ പോയിരിക്കുക. ഇൻസ്പെക്ടർ സാബു എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യവും അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ തല്ലി ചതിക്കുമെന്ന് പേടിച്ച് എന്നെ വെറുതെ വിടാൻ അവരുടെ കാല് പിടിക്കാൻ പോയതാ. ഞാൻ പറഞ്ഞതാ പോണ്ടെന്ന്. പക്ഷെ അയാൾ കേട്ടില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ എന്തിനാ അങ്ങ് പോയത്? ഇഷ്ടമില്ലാത്ത മട്ടിൽ വിക്രം പറയുന്നുണ്ട്. നേരം മാഷി പറയുക, അമലം പോയിട്ട് വരട്ടെ. നിധി കാണാത്തതിന്റെ വിഷമം അവർക്കും ഉണ്ടല്ലോ. നേരം അമലം നിധിയുടെ വീട്ടിലേക്ക് പോവുക. അന്നേരം കതക് തുറന്നു കിടക്കുക. അപ്പോഴേക്കും അമലം ഹോളിംഗ് ബെല്ല് അടിക്കാൻ നേരം ശ്രീകാന്ത് പറയുന്നത് അമലം ശ്രദ്ധിക്കുന്നുണ്ട്. ആ വിക്രത്തിന്റെ അച്ഛനെ അട്ടിക്കൊണ്ടു പോയതും ഏതെ ഇവിടെ വരുത്തിച്ചതും ഞാനാണെന്ന കാര്യം ഏതാ ആരോടെങ്കിലും പറഞ്ഞ അതോടെ തീർന്നു. എനിക്കതാ പേടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെ കണ്ടുപിടിക്കണം. ഇത് കേട്ട് അമലം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. നേരം ചന്ദ്രശേഖരൻ ഫോണിൽ പറയുക, ആദ്യം ഏതെ കണ്ടുപിടിക്കാൻ നോക്ക്. വിക്രമാണ് തട്ടിക്കൊണ്ടു പോയതെങ്കിൽ നമ്മുടെ കളികളൊക്കെ ഇവിടെ തീർന്നു. എല്ലാം ചെയ്ത് കൂട്ടിയതെല്ലാം വെറുതെയാവോ? ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, അച്ഛൻ അങ്ങനെ പറയില്ലേ. എന്ത് കഷ്ടപ്പെട്ട അയാൾ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി 2-3 ദിവസം മഴക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി കിടത്തിയത്. ഏതെ വിളിച്ചുകൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തി അയാളെ കൊല്ലുമെന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് അടി ഇറക്കിച്ചത്. പിന്നെ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചത്. ഇതെല്ലാം വെറുതെയാവുമെന്നോ? എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല അച്ഛ. എത്രയും പെട്ടെന്ന് ഏതെ കണ്ടുപിടിക്കണം. അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഏതയുടെ പേരിൽ വഴിപാട് നടത്താൻ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു വരാം. അന്നേരം ഇതെല്ലാം കേട്ടുമല നിൽക്കുന്നുണ്ട്. ശ്വസിക്കാനാവാതെ നിശ്ചലമായി നിൽക്കുക. പെട്ടെന്ന് തന്നെ കമല അവിടുന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മാഷിനോടും വിക്രത്തിനോടും ഈ സത്യം പറയാനായി ഓട്ടോയിൽ കയറി പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക. നേരം മാഷും വിക്രവും നന്ദിനിയും ശ്രീജയും എല്ലാ പേരും ഈ വരിയിൽ ഇരിക്കുന്നുണ്ട്. വിക്രത്തിന്റെ മനസ്സിൽ അന്നേരവും ഇത് എവിടെയാണെന്ന ചിന്ത മാത്രം. അന്നേരം കമലം വരുമ്പോ വിക്രം കമലത്തെ നോക്കുന്നുണ്ട്. ഒരു വെപ്രാളത്തോട് കമലം പറയുക, പക്ഷേ വിക്രം, ഞാനൊരു കാര്യം പറയട്ടെ. വേദയുടെ വീട്ടിൽ പോയ വേദയുടെ ഏട്ടനിലെ ശ്രീകാന്ത് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാ. ആഷിനെ തട്ടിക്കൊണ്ടു പോയതും വേദ ഈ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ വരുത്തിച്ചതും ശ്രീകാന്ത് ആണ്. അയാൾ ആരോടെയോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആഷിനെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്നും ഇത് ഇറങ്ങിപ്പോയത് അയാള് പറഞ്ഞിട്ട് അതുപോലെ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചതും അയാളുടെ ബുദ്ധിയാ. ഇത് കേട്ട് ആഷും വിക്രവും അന്തം വിട്ടിട്ട് ധരിച്ചു നിൽക്കുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, സത്യാണോ അമ്മേ? എന്നിട്ട് ദേഷ്യത്തോടെ പറയുക, അവനെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കാണാനായി വിക്രം പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. നേരം ആഷ് തടഞ്ഞുകൊണ്ട് പറയുക, വിക്രം ഇപ്പൊ വേണ്ട, ആദ്യം ഏതെ കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് ഏത തന്നെ പറയും നിന്നോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. ഇപ്പോൾ ശ്രീകാന്തിന്റെ അടുത്തേക്കല്ല നീ പോവേണ്ടത്. അവനോടുള്ള ദേഷ്യം ഇപ്പോഴല്ല തീർക്കേണ്ടത്. ഏതെ കണ്ടുപിടിക്കുന്നേ. നേരം ഇത് കേട്ട് വിക്രം ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, ഇങ്ങനെയും ഏത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഉടനെ വിക്രം ബൈക്കിൽ കയറി ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. അവരോട് എല്ലാം പറയുക. അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട്, വിക്രം, നിന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. ഇപ്പോ ശ്രീകാന്തിനോടുള്ള നിന്റെ ദേഷ്യവും എല്ലാം നീ മറക്കണം. എന്നിട്ട് ഏതെ കണ്ടുപിടിക്കണം. എന്നിട്ട് മതി ബാക്കിയെല്ലാം. നേരം വിക്രം പറയുന്നുണ്ട്, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഏത് ഇപ്പോ എവിടെയായിരിക്കും? അനിയൻകുട്ട, രാത്രി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? നേരം അനിയൻകുട്ടൻ പറയുക, രാത്രി ഇടയ്ക്ക് എട്ടിയുടെ ഒച്ച കേട്ടു. അപ്പുറത്തെ വീട്ടിൽ നിന്ന്. നേരം അവർ ഇതൊക്കെയോ സംസാരിക്കുന്നതും കേട്ടു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. നേരം വിക്രം പറയുക, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? എന്തിനാ വിക്രം? അവരെ കണ്ടിട്ട് എന്തിനാ? അവർക്ക് എങ്ങനെ അറിയാം ഇത് എവിടെ പോയെന്ന്? നേരം വിക്രം പറയുന്നുണ്ട്, നീ എന്റെ ബൈക്കിൽ കയറി ഇതാ വരുവാന്ന് പറഞ്ഞ് നീയും കൊട്ടനെയും കൊണ്ട്
കൊണ്ട് വിക്രം ഇടയ്ക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുക, ഇന്നലെ രാത്രി ഇവിടെ പട്ടിയുടെ ഒച്ച കേട്ടല്ലോ, നീരൻകുട്ടന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നതായി നിങ്ങൾ കണ്ടോ? നീരം അയൽവാസി പറയുന്നുണ്ട്, ഒരു കാർ നിൽക്കുന്നത് കണ്ടു, ലൈറ്റൊന്നും അവിടെ കണ്ടതുമില്ല. പിന്നെ ഇടയ്ക്ക് ഒരു മുറിക്കുള്ളിൽ ചെറിയ മിന്നായം പോലെ ലൈറ്റ് കണ്ടായിരുന്നു. പിന്നെ നടക്കുന്ന ഒച്ചയും അത് കേട്ട ഈ പട്ടി ഒച്ച ഉണ്ടാക്കിയത്. ഞങ്ങൾ വന്ന് നോക്കുമ്പോ കാറ് കിടക്കുന്നതാ കണ്ടത്. നീരം വിക്രം ചോദിക്കുന്നുണ്ട്, അത് ഏത് കാറാണെന്ന് ഈ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? നീരം അയൽവാസി പറയുന്നുണ്ട്, അത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന്റെ കാറാണെന്നാ തോന്നുന്നത്. ഇത് കേട്ട് വിക്രവും നീൻകുട്ടനും ഞെട്ടലോടെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങള് കരുതി എന്തെങ്കിലും ആവശ്യമായിട്ട് എന്നതായിരിക്കും, ഇലക്ഷനൊക്കെ നടക്കുവല്ലേ, ഞങ്ങള് പിന്നെ ശ്രദ്ധിക്കാൻ പോയില്ല. നീരം ശരിയെന്ന് പറഞ്ഞു വിക്രം അനിയൻകുട്ടനും തിരികെ പോകുന്നുണ്ട്. നീരം വിക്രം പറയുക, എന്താ അനിയൻകുട്ട, ശ്രീനി സാറ് ഏതിയോട് അങ്ങനെയൊക്കെ കാണിക്കോ? അവർക്ക് തെറ്റിയതാവും അല്ലേടാ? നീരം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, നീ അങ്ങനെ അധികം വിശ്വസിക്കണ്ട. എന്നെ ആ ഇൻസ്പെക്ടർ സാബു പിടിച്ചുകൊണ്ട് പോയപ്പോ ശ്രീനി സാറിനെയാ ഞങ്ങൾ ആദ്യം വിളിച്ചത്, എന്നെ രക്ഷിക്കാൻ പറയാൻ. നേരം അയാൾ എന്താ പറഞ്ഞെന്നറിയാമോ? നീയും അയാളുമായി ഒരു ബന്ധവും ഇല്ല, എന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന്. വിക്രം, മറ്റാരുമല്ല, ശ്രീനി സാർ തന്നെയാ ഏതയെ തട്ടിക്കൊണ്ട് പോയത്. നീ അയാളിൽ നിന്നും വിട്ടു നിന്നതുകൊണ്ട്, ഏതയുടെ വാക്കനുസരിച്ച് അയാളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതുകൊണ്ട്. അത് മാത്രമല്ലല്ലോ, ഏതയല്ലേ അയാൾക്കെതിരെ കേസ് നടത്തുന്നത്. അതിന്റെ എല്ലാം ദേഷ്യം അയാൾ വേദയോട് തീർത്തതാവും, അല്ലെങ്കിൽ എന്നെ കൊടുക്കാനായിരിക്കും അയാളുടെ ഉദ്ദേശം. ഇതെല്ലാം കേട്ട് വിക്രത്തിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. നേരം വിക്രം ശ്രീകാര്യം ശ്രീനിവാസന്റെ അലങ്കയ്യായ ശ്രീകാന്തിന് ന്യൂസ് എത്തിക്കുന്ന അയാളെ പിടികൂടുന്നുണ്ട്. പല്ലി ചതച്ച് വിക്രം ചോദിക്കുക, സത്യം പറയടോ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? വേദി നീയും ശ്രീനി സാറും ചേർന്നല്ലേ തട്ടിക്കൊണ്ട് പോയത്? പറയടോ, ഇല്ലെങ്കിൽ തന്നെ കൊന്നുകളയും. നേരം കേട്ട് പേടിച്ചു വിറച്ച് അയാൾ പറയുന്നുണ്ട്, ശരിയാ വിക്രം, എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി ശ്രീനി സാറ് ഏർപ്പാട് ചെയ്ത ആളുകളും തന്നെയാ. നേരം വിക്രം ോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്തത്? അന്നേരം പറയുക, നീ സാറിൽ നിന്ന് അകന്നത് ഇത്ര ഇഷ്ടായിട്ടില്ല, പിന്നെ നീയാണ് തട്ടിക്കൊണ്ട് പോയതെന്നും നീയും വേദയും നിൽക്കാതിരിക്കാനും വീണ്ടും സാറിന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരാൻ വേണ്ടിയാ ഇത് ചെയ്തത്. പിന്നെ കേസിന്റെ കാര്യത്തിൽ സാറിന് ആ കുട്ടിയോട് ദേഷ്യമുണ്ട്, ഇതൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അന്നേരം ദേഷ്യത്തോട് ശ്രീകാര്യം ശ്രീനിവാസനെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് ചോദിക്കുക, അപ്പൊ വേദ എവിടെയാ? നേരം ഇവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. വിക്രം ഉടനെ തന്നെ ഇവിടേക്ക് പോകുന്നുണ്ട്. ഇതാ ഒരു മുറിക്കുള്ളിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരം വേദയെന്ന് വിളിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് പോവുക. ഒച്ച കേട്ട് ഇതൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അതൊക്കെ തട്ടി വിക്രം എന്ന് വേദ വിളിക്കുന്നുണ്ട്. വേദയുടെ ഒച്ച കേട്ട് വിക്രം ആ മുറിയിലോട്ട് പോവുക. ആ കഥവ് അവിടെ പൊളിക്കുന്നുണ്ട്. നേരം കരഞ്ഞുകൊണ്ട് വേദ വിക്രത്തെ കെട്ടിപ്പിടിക്കുക. നേരം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നിട്ട് വിക്രം വേദയെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ വിക്രം ചോദിക്കുക, നമുക്ക് പോവാം. നേരം വിക്രത്തിന്റെ കൈ പിടിച്ച് വേദ പറയുന്നുണ്ട്, ആരാ വിക്രം എവിടേക്ക് കൊണ്ടുവന്നത്? എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, എന്താ എനിക്ക് സംഭവിച്ചത്? നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറയാം. വേദയുടെ മുഖത്ത് നോക്കി വിക്രം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ നിന്ന് എത്തിക്കൊണ്ട് പോയത് ഞാന്, എന്നിട്ട് ഇനിയും കൂട്ടെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോയി. ഇതെല്ലാം കേട്ട് വേദ ഞെട്ടി തെരിച്ചു നിൽക്കുക. നേരം വിക്രം പറയുന്നുണ്ട്, രാവിലെ ആയപ്പോ എന്നെ കാണാനില്ലായിരുന്നു, ശ്രീകാര്യം ശ്രീനിവാസൻ സാറും എന്റെ ആൾക്കാരുമാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്. നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇന്നലെ രാത്രി എന്നെ വിക്രം തട്ടിക്കൊണ്ട് പോയത്? നേരം വിക്രം പറയുക, എന്നിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ കുറെയെല്ലാം ഞാൻ അറിഞ്ഞു. എന്റെ ഏട്ടൻ ശ്രീകാന്ത് അല്ലേ എല്ലാം നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഇത് കേട്ട് വേദ ഞെട്ടി തെരിച്ചു നിൽക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആര് പറഞ്ഞു? നേരം വിക്രം പറയുന്നുണ്ട്, എല്ലാം ഞാൻ അറിഞ്ഞു, ചെയ്യേണ്ടതല്ല. ഇനി നിന്നെ എന്നിൽ നിന്നും ആർക്കും അകറ്റാനാവില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല വേദ. എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ സ്വന്തമാക്കാനാ ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ അയാൾ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ആ ശ്രീകാര്യം ശ്രീനിവാസനും നിന്റെ ഏട്ടനും കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. നേരം വേദ പറയുന്നുണ്ട്, ഒന്നും വേണ്ട വിക്രം, എനിക്ക് പേടിയാ ശ്രീയേട്ടന് എന്ത് ചെയ്യാൻ മടിക്കില്ല. നേരം വിക്രം പറയുക, ഇല്ല വേദ, ഇനി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നീ എന്നെ വിട്ടു പോയത് എനിക്ക് സഹിക്കാനാവില്ല. നീ പിരിഞ്ഞ് ഇത്രയും നാള് ജീവിച്ചത് തന്നെ ഓരോ നിമിഷവും നിന്നെ കുറിച്ച് ആലോചിച്ച് മനസ്സൊരുക്കിയ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ എന്നെ വിട്ട് പോയാൽ അത് സഹിക്കില്ല. ഇത് കേട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നേരം വിക്രം വേദയെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് വേദയുടെ കൈയും പിടിച്ച് വേദയുടെ വീട്ടിലേക്ക് വിക്രം പോകുന്നുണ്ട്. നേരം ശ്രീകാന്തും അങ്കനും പത്മവും എല്ലാവരും ഇത് കണ്ട് അമ്പരം നോക്കുന്നുണ്ട്. ഓടിപ്പോയി ശ്രീകാന്തും അങ്കനും എല്ലാരും ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയായിരുന്നു? എടാ നീയാ അല്ലേ വേദനെ പിടിച്ചുകൊണ്ട് പോയത്? ശ്രീകാന്ത് ചോദിക്കുക. നേരം ദേഷ്യത്തോടെ വിക്രം പറയുന്നുണ്ട്, അതിനുള്ള ഉത്തരം വേദ പറയൂ വേദ, എന്താ സംഭവിച്ചതെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും പറയേ. ഇത് കേട്ട് ശ്രീകാന്ത് പേടിച്ച് വിറച്ച് നിൽക്കുക. നേരം ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കി പറയുന്നുണ്ട്, ഇയാളാ എല്ലാത്തിനും കാരണം, വിക്രത്തിന്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയത്, ഇന്നെ ഇവിടെ വരുത്തിച്ചത് ഇയാളുടെ തന്ത്രമായിരുന്നു. ഇത് കേട്ട് ശങ്കരനും പത്മവും പറഞ്ഞ് ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. നേരം ശങ്കരൻ പറയുക, എന്താ മോളി പറയുന്നത്? ശ്രീകാന്തോ? നേരം വിക്രം പറയുക, ദേ സാർ, എന്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയി വേദയെ ഭീഷണിപ്പെടുത്തി ഇവിടെ വരുത്തിച്ചു, എന്നെ വേദയും തമ്മിൽ അകറ്റാൻ. എന്നിട്ട് കൃഷ്ണ സാറുമായിട്ടുള്ള കല്യാണം നടത്തണമായിരുന്നു, അതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. നേരം ശങ്കരൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. നേരം വിക്രം വേദയെ ചേർത്ത് പിടിച്ച് പറയുക, ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എന്നെ വേദയും തമ്മിൽ അകറ്റാൻ ആർക്കും ആവില്ല, ഇത് എന്നും എന്റേതായിരിക്കും, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയും പറഞ്ഞിട്ട് ശങ്കരനോട് വിക്രം പറയുക, ഇവനാണ് ഇതെല്ലാം ചെയ്യിച്ചതിന്റെ എല്ലാ തെളിവുകളുമായി ഒരു വരവ് കൂടി ഞാൻ വരും, ഇയാളെ ജയിലിനുള്ളിലാക്കാൻ. ഇപ്പോൾ ഇയാൾക്കെതിരെ വാദിക്കുന്നത് വേദ തന്നെയായിരിക്കും. നേരം വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശരിയാ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, നിങ്ങളെ പൂട്ടാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞിട്ട് വിക്രത്തിന്റെ കൈ പിടിച്ച് ഇത് പോകുന്നുണ്ട്. നേരം വിക്രവും വേദയും വിക്രത്തിന്റെ വീട്ടിലേക്ക് വേദയെ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട് ആശും കമലവും
വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. നീരം ഇത് കണ്ട് നന്ദിനി അസൂയോടെ നിൽക്കുക. അതിനെ തന്നെ ചിരിച്ചുകൊണ്ട് ബലം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക വേദിനെ. നീരം സന്തോഷത്തോടെ ശ്രീജയും ആശി നിൽക്കുന്നുണ്ട്. നീരം ചിരിച്ചു വിക്രം വേദിനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ അവർ പുതിയ ജീവിതം തുടങ്ങുന്നുണ്ട്. എല്ലാത്തിനും അവസാനം കുറിച്ചുകൊണ്ട്